ഹായ് ഹലോ രമ്യാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യലായിട്ടാണ് ചിക്കൻ ഹനീത്. ചിക്കൻ ഹനീത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴിമന്തിയൊക്കെ ഉണ്ടല്ലോ, ആ കുഴിമന്തീൻ്റെ ഒക്കെ ഒരു അനിയനായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു മിക്സിയിലേക്ക് ഒരു മുഴമല്ലി ഉണ്ടല്ലോ, അതൊരു 2 എടുത്തു. പിന്നെ കുറച്ച് ഏലക്കായ എടുത്തു, കുറച്ച് ജീരകം എടുത്തു, നല്ല ജീരകമാണ് എടുത്തത്. അതിനുശേഷം കുറച്ച് കുരുമുളക് അതും ഇട്ടു. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതും ഇട്ടിട്ട് നന്നായിട്ട് കറക്കി അതൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടിച്ച് കൊണ്ടുവരണം കേട്ടോ. നല്ലോണം പൊടിയണേ. അപ്പോൾ ഈ പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഞാനൊരു കിലോ ഒരു കോഴി വാങ്ങിയിട്ട് അതിനെ 8 ആക്കിയിട്ട് ആയിട്ട് പീസാക്കി എടുത്തതാണ്. 8 പീസാണ്. ഇപ്പോൾ ഒരു ചിക്കൻ്റെ 8 പീസ് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വരയണം. അതിൻ്റെ ഉള്ളിലേക്ക് നല്ല മസാല കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളധികം മസാല ഒന്നും ഇതിലില്ല. ഉള്ള മസാല നമ്മളതിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, വരഞ്ഞെടുക്കുന്നത്. ഒരു മാജിക് ക്യൂബ് അതും ഇട്ടിട്ട് ഒരു നുള്ള് കളറും ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മസാലയും ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നന്നായി തിരുമ്മിയതിന് ശേഷം അതൊരു പാത്രത്തിലിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമ്മളൊരു കുക്കർ അടുപ്പത്തിന് വെച്ചതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൽ ആഡ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് സവാള, കനം കുറഞ്ഞരിഞ്ഞ സവാള നമ്മളിടണം. അതിന് ശേഷം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. നമ്മൾ ഇതിൽ വേവിക്കുമ്പോൾ, ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ മാജിക് ക്യൂബ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉപ്പിടാഞ്ഞത് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയേ. അപ്പോൾ ഉപ്പിടണ്ട. മാജിക് ക്യൂബ്സിൽ ധാരാളം ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി ഉള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തക്കാളി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. 2 തക്കാളി അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണ പരുവാവണം. അതുവരെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ? ഇതാണ് ഇതിൻ്റെ പരുവം. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുതിർത്ത് വെച്ചിരിക്കുന്ന, അതായത് ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, അത് നമ്മൾ മറന്നുപോയി പറയണം, അത് കുതിർത്ത് വെച്ചേക്കണേ. പിന്നെ ഇതിലേക്ക് ഈ മിക്സിയിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ അതും, പിന്നെ അതുപോലെ കുറച്ച് വെള്ളം പോരാത്ത വെള്ളം. അപ്പോൾ നമ്മൾ അരിക്ക് ജെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്, അത് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങ നീര് അത് നമ്മൾ ഒഴിച്ചിരിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ചെറുനാരങ്ങ നീര് നല്ലോണം ഒരു അരമുറി മതി, അത് നമ്മൾ നല്ലോണം ഒഴിക്കുക. ശേഷം നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന സെല്ല റൈസ് അത് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കണക്ക് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളം അതാണ് നമ്മൾ ഒഴിച്ചത്. സ്റ്റോക്ക് കൂടാതെ എത്ര വരുന്നു, ബാലൻസ് എത്ര വരുന്നുണ്ട് അത്രയും നമ്മൾ സാധാരണ പ്ലെയിൻ വാട്ടർ ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 4 പച്ചമുളകും കുറച്ച് മുഴുവൻ കുരുമുളകാണ് അത് ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ. ഒരു വിസിലിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ, നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് സൺഫ്ലവർ ഓയിലിൽ ഒരല്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കളർ ചേർത്തിട്ടുണ്ട്, റെഡ് കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ വേണ്ട, ചേർക്കണ്ട. ഓക്കെ, അത് നമ്മൾ പൊരിച്ചെടുക്കണം. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈക്ക് വേണ്ടി മാത്രം കേട്ടോ. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ സെല്ല റൈസ് റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറന്ന് ഒറ്റ വിസിലിൽ, ആ വിസിൽ പോകുന്നവരെ നമ്മൾ വയ്ക്കുക. അതിനുശേഷം പ്ലേറ്റിലേക്ക് വിളമ്പാം. നമ്മൾ നേരത്തെ തന്നെ പൊരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതും അതിൻ്റെ മുകളിലിട്ടിട്ട് അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ ഹനീത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.